നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദേവനാഥം. ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഈ പ്ലാസ്റ്റർ ചേട്ടനുണ്ട്. അപ്പോൾ എന്താണെന്ന് കാരണമെന്ന് വെച്ചാൽ എനിക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലും അത് കഴിഞ്ഞ് അതിൻ്റെ മുമ്പൊക്കെയാണ് നമ്മുടെ പണിച്ചേട്ടൻ വരുന്നത്. പണിച്ചേട്ടന്മാർ വന്നിട്ട് വെറുതെ ഇരിക്കുമോ? ആക്രമിക്കും നമ്മളെ അല്ലേ? അപ്പോൾ ആ ആക്രമണത്തിന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു 3 ആഴ്ച വേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും എക്സാംസ്, പിന്നെ ഇപ്പോൾ പ്ലാസ്റ്റർ. അപ്പോൾ നേരത്തെയൊക്കെ കടുത്ത വേദനയായിരുന്നു. ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്. 9-ാം തീയതി അഴിക്കും. അപ്പോൾ ഞാൻ തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഒപ്പം 5-6 പ്ലേലിസ്റ്റുകൾ 6-7 പ്ലേലിസ്റ്റുകൾ ഞാൻ സീരീസുകൾ തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഒരു സീരീസാണ് ബുക്ക് വേൾഡ്. ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്, എന്നുവെച്ചാൽ സീരീസ് ആയിട്ടല്ല, എന്നാൽ 2 ബുക്കുകൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3-ാമത്തെ വീഡിയോയാണ്. പക്ഷെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഒരു സീരീസ് തുടങ്ങിയാൽ എന്താ. ബാക്കിയുള്ള സീരീസിൻ്റെ ഞാൻ ഇപ്പോൾ ബുക്ക് വേൾഡിലാണല്ലോ. ബുക്ക് വേൾഡിനെ പറ്റി ഞാൻ ബുക്ക് വേൾഡിൻ്റെ ഫസ്റ്റ് ഇല്ല, ഇപ്പോൾ 3rd വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴുള്ള ഞാൻ ബാക്കിയുള്ള സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ ഈ സീരീസിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ബുക്ക് വേൾഡിലേക്ക് കടക്കാം. ശരി, ഇതാണ് ഞാൻ കൊണ്ടുവന്ന 2 ബുക്കുകൾ. 2 സൂപ്പറാണ്, ഫേമസ് ആണ്. ലെറ്റേഴ്സ് ഫ്രം മൈ ഫാദർ ടു ഹിസ് ഡോട്ടർ ആണ് ഫസ്റ്റ്. സെക്കൻഡ് ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ഞാൻ ലെറ്റേഴ്സ് ഫ്രം മൈ ഫാദർ ടു ഹിസ് ഡോക്ടറെ പരിചയപ്പെടുത്താം. ഇത് പെൻഗ്വിൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആദ്യം എഴുത്തുകാരൻ്റെ കാര്യമല്ല പറയേണ്ടത്, അത് വേറെ ആരും തന്നെയല്ല. നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി, ഇന്ദിരാഗാന്ധി അലഹബാദിലായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി എഴുതിയ കത്തുകളാണ് 30 കത്തുകളാണ് ഇതിലുള്ളത്. വെറും കത്തുകളല്ല, അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന കത്തുകളാണ്. എന്നുവെച്ചാൽ ഞാൻ പറയാം, കണ്ടൻസ് എടുക്കട്ടെ. The book of nature, how early history was written, the making of the earth, the first living things, പിന്നെ the animal appear, the coming of the man, the early men, how different races were formed, the races and languages of mankind. അങ്ങനെ തൊട്ട് രാമായണ ആൻഡ് മഹാഭാരത വരെ ഉള്ള കണ്ടൻസ്, അതിനെ പറ്റിയുള്ള കണ്ടൻസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഇറക്കിയത് പെൻഗ്വിൻ ബുക്സ് ആണ്. മലയാളത്തിൽ DC-യിൽ മലയാളത്തിൽ കിട്ടും. നല്ല സൂപ്പർ പ്രിൻറ്റിങ് ആണ്, പിന്നെ ഹാർഡ് കവറുമാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ബൈ. നെക്സ്റ്റ് ആണ് നമ്മുടെ ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി. ഇത് നല്ല സൂപ്പർ ബുക്ക് നോവലാണ്, രസിച്ച് വായിക്കാനുള്ള നോവലാണ്. ഇതിൽ പറയുന്നത് ചാർലി എന്ന പുവർ ബോയ് വില്ലി വോങ്ക എന്ന വലിയ ആളുടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കുന്നതാണ്. ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കുന്നതാണ്. അവിടെ കാണുന്ന അത്ഭുതങ്ങളാണ് ഇതിലിരിക്കുന്നത്. ഞാൻ അത്ഭുതങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ത്രില്ലർ പോകില്ല. അപ്പോൾ 5-6 കുട്ടികളും കൂടെ പോകുന്നുണ്ട്, വേറെ സ്ട്രേഞ്ച് കുട്ടികൾ. അപ്പോൾ ഇതിൽ ചാർലിയും അപ്പൂപ്പനുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് ബുക്ക് വായിച്ച് കണ്ടറിയാം. അപ്പോൾ ഈ 2 ബുക്കുകളും ആസ്വദിച്ച് വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.